الحمد لله رب العالمين والصلاة والسلام على سيدنا محمد خير المخلوق وعلى آله وصحبه الفاضلين ما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഈ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരിമാർ, നമ്മളെ ദീനു വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ മുഅ്മിനാത്തുകളുടെയും പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫാക്കി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുമാറാവട്ടെ. പ്രിയമുള്ള സാദാത്യങ്ങളെ, പണ്ഡിതന്മാർ, ദീനീ ഖാദിമീങ്ങൾ, സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ഖ് പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പരിപാടി, റസൂലിനെ മഹബത്ത് വെക്കുക, അത് ഒരു മുഅ്മിനുമായിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം നിർബന്ധമായതാണ്, ഒഴിക്കാൻ പറ്റാത്തത്. നമ്മുടേതായ ഈമാൻ കാമിലാവേണമെങ്കിൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ചേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെ ഉണർത്തിച്ചതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി പറയുന്നത്, ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടേതായ ഈമാൻ പരിപൂർണമാവണമെങ്കിൽ അവൻ്റെ മാതാപിതാക്കളെക്കാളും മറ്റെല്ലാവരേക്കാളും, അവൻ സന്താനങ്ങൾ ആരാവട്ടെ, എല്ലാവരേക്കാളും എന്നെ അവൻ സ്നേഹിക്കാത്ത കാലത്തോളം മുഅ്മിനാവൂല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ലാ യുഅ്മിനു അഹദുക്കും, മുഅ്മിനാവൂല എന്നാണ് പറഞ്ഞത്. ഈമാൻ വേണമെങ്കിൽ എന്നെ സ്നേഹിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈമാൻ ഉണ്ടാവുള്ളൂ. ഇഷ്ക് എന്ന് പറഞ്ഞാൽ എന്താ? മഹബത്ത് വെക്കലാണ്, സ്നേഹിച്ചത്. ഇത് ഇഷ്ക് മജ്ലിസാണ്. ഇഷ്ക് മജ്ലിസിൽ വന്ന് മജ്ലിസിൽ പോയാൽ ഇഷ്കും പോകുന്ന രീതിയിലാവരുത്. മജ്ലിസിൽ നിന്ന് ഇഷ്ക് ഉണ്ടാക്കണം. ഇഷ്കില്ലാത്തൊരു ഇഷ്ക് ഉണ്ടാക്കണം. റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിശാലമായിരിക്കുന്ന പദ്ധതിയാണ്. റസൂലിനെ കാണിച്ചു തന്ന റസൂല് നമുക്ക് വിവരിച്ചു തന്ന, പ്രവർത്തിച്ചു തന്ന, കാണിച്ചു തന്ന ആ പ്രവർത്തനങ്ങൾ, അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതാണ് വലിയ സ്നേഹം. ഇവിടെ ഇഷ്കാവുള്ളൂ. മാത്തുക്കളാകുന്ന ആശിക്യങ്ങൾ ഇവിടെ എല്ലാം കഴിഞ്ഞ ഉണ്ട്. അവരെല്ലാം എങ്ങനെയായിരുന്നു റസൂലിനോട് ഇഷ്ക് ഇവിടെ കാണിച്ചു തന്നത് നമുക്ക്. റസൂൽ എങ്ങനെ ചെയ്തു, റസൂൽ എങ്ങനെ നിസ്കരിച്ച്, റസൂൽ എങ്ങനെ ചായ കുടിച്ച്, റസൂൽ എങ്ങനെ ഭക്ഷണം കഴിച്ച്, റസൂൽ എങ്ങനെ ഉറങ്ങി, എങ്ങനെ നടന്നു, അതെല്ലാം ശരിക്കും വിവരിച്ച് തന്ന ആ മഹത്തുക്കൾ റസൂലിനെ സ്നേഹിച്ച് അത് ചെയ്തു പോയി. നമ്മളെ ഒട്ടിയിരുന്ന ഉസ്താദാണ് അത്തിപ്പറ്റ ഉസ്താദ്. എല്ലാവർക്കും അറിയുന്ന അത്തിപ്പറ്റ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇഷ്കിൻ്റെ രൂപം. റസൂൽ ചെയ്ത സുന്നത്തിന് ഒരു പോർമേൽക്കാതെയും കണ്ട് അച്ചേൽക്ക് ആ ചെയ്തമാർ തന്നെ ചെയ്യുക, അതായിരുന്നു അവരുടേതായ ജീവിതം. അതാണ് ഇഷ്കിൻ്റെ അസ്ല്, കാതൽ. അത് നമുക്കുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
നമ്മൾ ഇസ്ക് മനസ്സ് നടത്തി ഇസ്ക് സദസ്സിലെല്ലാം സംഘടിപ്പിച്ചത് കൊണ്ട് നമ്മൾ ഇസ്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിനെ റസൂൽ വായിക്കുന്ന മഹബത്ത് എന്നും പറഞ്ഞ് നമ്മളിത് ഓടിപ്പാടി നടന്നു, പൈസ ചിലവാക്കി കുറേ അധ്വാനിച്ചു. അത് നമ്മുടെ മനസ്സിൽ യഥാർത്ഥമായി ആ മഹബത്ത് സുബൂത്തായി സ്ഥിരപ്പെട്ട ശേഷം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണെങ്കിലേ അത് സ്വീകാര്യമാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞ, കാണിച്ചു തന്ന, പ്രവർത്തിച്ചു തന്ന ആ രീതിയിൽ നിന്ന് നമ്മൾ തെറ്റുകയിൽ ഉറപ്പാണ്. റസൂല് പറയുന്നത് പോലെ അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ പിന്നെ എന്ത് ഇഷ്ടമാണ് നമുക്കുള്ളത്? റസൂലിനോട് റസൂല് കാണിച്ചു തന്നു, ചെയ്തു തന്നു, പറഞ്ഞു തന്നു. അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. നമ്മുടെ ഇഷ്ക് എന്ന് പറഞ്ഞ് ഓടിക്കടഞ്ഞു കൊണ്ടിട്ട് നമ്മുടെ ഈമാൻ കാമിലാവുകയില്ല, മൂമിനാവുകയില്ല. നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളിലൊന്ന് തുലനം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കച്ചവടക്കാരുണ്ട്, കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, പല മേഖല പ്രവർത്തിക്കുന്നവരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, മുഅല്ലിമുണ്ട്, അധ്യാപകന്മാരുണ്ട്. നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിക്കാത്ത കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് തൊഴിച്ചേ പോയിട്ടു അപ്പോഴേ ഇസ്കാവൂ. കച്ചവടക്കാരാണെങ്കിൽ ആ കച്ചവടത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നുണ്ടോ? റസൂൽ പറഞ്ഞ മാതിരി തന്നെയാണോ കച്ചവടം ചെയ്യുന്നത്? എങ്കിലല്ലേ അവൻ അത് വിഷയത്തിൽ റസൂലിനെ സ്നേഹിച്ചതാവുകയുള്ളൂ. അതുപോലെ ഓരോ മേഖലയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആഘോഷങ്ങൾ നടത്തുന്നു. ഈ ആഘോഷങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന പേക്കീത്തുകൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടതാണോ? ഇവരെ നമുക്ക് മഹബത്തുണ്ടോ, ഇഷ്കുണ്ടോ? അവിടെ ഇസ്ക് എന്ന് പറഞ്ഞ് ഓടി കടന്നാൽ മതിയാവോ? അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത് മാത്രമല്ല ഇസ്കുണ്ടാവുകയുള്ളൂ. അതാണ് മഹബത്ത്. അതല്ലാതെ ഇങ്ങോട്ട് മഹബത്ത് നാവുകൊണ്ട് പറഞ്ഞാൽ മഹബത്താവുകയില്ല. ആ റസൂലിൻ്റെ മഹബത്തിനെ ശരിയായ നിലക്ക് മനസ്സിലാക്കി, റസൂലിനെ മനസ്സിലാക്കി, ഇതിൽ മനസ്സിലാക്കിക്കൊണ്ടിട്ട് നമ്മൾ അതിലേക്ക് നീങ്ങണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ മൂമിനാവണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈമാൻ തന്നെ പറ്റാതിരിക്കുന്ന അവസ്ഥയും അല്ലാഹു കാത്തുമാറാവട്ടെ. ആയതുകൊണ്ട് നമ്മളെല്ലാം ഈ സമയത്ത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുകയില്ല, പറയുകയില്ല എന്നൊരു ദൃഢനിശ്ചയം ചെയ്യേണ്ടതായിരിക്കുന്ന സന്ദർഭമാണിപ്പോൾ. ഇതെല്ലാം ഈ മനസ്സെല്ലാം അതിനുമാറാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ആയതുകൊണ്ട് എല്ലാ മൂമിനുകളായിരിക്കുന്ന നമ്മളെല്ലാം മൂമിനകത്ത് പറയുന്നുണ്ടല്ലോ, യഥാർത്ഥമായ ഈമാനാവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക. റസൂല് പറഞ്ഞു തന്ന രീതിയിൽ മാത്രം ചരിക്കുക. റസൂല് പറഞ്ഞത് മാത്രം പറയാൻ ഇഷ്ടമില്ലാത്ത പറയാതിരിക്കുക, ഇഷ്ടം പറയുക, ചിലത് പറയാതിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇഷ്ടമില്ലാത്ത ചെയ്യൽ അഖ്വാൽ, നമ്മുടെ ആ പ്രവർത്തനങ്ങളും വാക്കുകളും അതെല്ലാം റസൂലിന് ഇഷ്ടപ്പെടുന്നതാവണം. അതിനെല്ലാവരും പരിശ്രമിക്കണമെന്ന് ഞാൻ എന്നോട് നിങ്ങളോട് ഉണർത്തിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ചൂടെ എല്ലാ മുനാത്തുകളും മന്ത്രിമാരും പലരുണ്ട് ഇവിടെ. അവരെല്ലാം എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആഫിയത്തിന് വേണ്ടി ഹുസ്നുൽ ആഖിബത്ത്, അവസാനം മരിക്കണം നല്ലപോലെ. തങ്ങൾ പറഞ്ഞില്ലേ, എങ്ങനെയും മരിച്ചാൽ പോലും എല്ലാവരും മരിക്കും, ഒരാൾ മരിക്കും. ഈ ദുനിയാവിൽ വന്നവരൊക്കെ പോകേണ്ടി വരുമല്ലോ. ആ പോകുമ്പോൾ എങ്ങനെയും പോയാൽ പോലെ ശരിക്കും നല്ല പോലെ കാമിലായ മൂന്നായും കൊണ്ട് കലിമത്തുൽ ഉച്ചരിച്ച് സ്വർഗത്തിന് പോട്ടനുസരിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖാറാവട്ടെ എന്ന് വേണ്ടി ദുആ എന്ന് പറഞ്ഞുകൊണ്ട് വസിയത്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.